ഓം ബിർള തുടങ്ങി മക്കളെ, തുടങ്ങി. നമ്മുടെ പുതിയ സ്പീക്കർ ഓം ബിർള. പുതിയ സ്പീക്കർ എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ തവണയും സ്പീക്കർ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് രണ്ടാം തവണ സ്പീക്കറായ നമ്മുടെ ബിർളാജി കഴിഞ്ഞ 5 വർഷം പൊടി പൊടിച്ചതാ. ഇത്തവണയും അതിലേറെ മിന്നിക്കാനാണ് പരിപാടി. പോയ ടൈമിലെ BJPക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ഒരു കോഴിയെ പിടിച്ച് കഴുത്തൊടിച്ച് കൊല്ലുന്നത് പോലെ പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്തതാ. അല്ലെങ്കിൽ മറ്റൊരു കാൽപ്പനിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു കേക്കിലൂടെ കത്തി ഓടിക്കുന്നത് പോലെ നമ്മുടെ പരിപാടി വളരെ എളുപ്പമായിരുന്നു. ഇത്തവണ സംഗതി ദുഷ്കരമാകുമെന്നറിയാം. കാരണം BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷമില്ല. NDA സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി വേണം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ പരിപാടിയിൽ യാതൊരു മാറ്റവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ ബിർളാജി ഒരു വൻ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. അത് പ്രമേയമാണോ പ്രസ്താവനയാണോ എന്നാർക്കും അറിഞ്ഞുകൂടാ. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ളതായിരുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ അപലപിക്കുന്നതായും പിന്നീട് അതിനെ ചെറുത്തുനിന്ന് അതിനോട് പോരാടി ജനാധിപത്യം പുനഃസ്ഥാപിച്ചവരുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതുമായ അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്യുന്നതുമായ ഒരു പ്രമേയമായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ വാർഷിക പിറ്റേന്നാണ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നത് മാത്രമാണ് അതുമായി ഈ സംഭവങ്ങൾക്കുള്ളൊരു ബന്ധം അല്ലെങ്കിൽ ഒരു സാങ്കത്യം. പക്ഷേ അദ്ദേഹം ഒരു പ്രസ്താവന അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിനുശേഷം ഭരണകക്ഷി അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് അല്പനേരം മൗനമായിരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അജണ്ടയിലുള്ള ഒരു പരിപാടിയല്ല ഇത്. അജണ്ട അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. പക്ഷേ സ്പീക്കർക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അജണ്ടയിൽ നിന്ന് വ്യത്യസ്തമായി സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് ചട്ടപ്രകാരം ചെയ്യേണ്ടത് സഭയുടെ സെൻസ് അഥവാ സഭയുടെ ഒരു അനുമതി നേടിക്കൊണ്ട് വേണം അങ്ങനെ ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അല്ലാതെയും സ്പീക്കർക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നമ്മുടെ വീട്ടിലെ അടുപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തില് നമ്മുടെ കാരണവർമാർക്ക് ചില പ്രത്യേക സവിശേഷമായ അധികാരങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ. പക്ഷെ സ്പീക്കർ ഓം ബിർള ചെയ്തത് തീർത്തും ഭരണഘടനാ വിരുദ്ധവും ചട്ടങ്ങൾക്കും സഭയിലെ നടപടിക്രമങ്ങൾക്കും വിരുദ്ധവുമായ കാര്യങ്ങളാണ്, അല്ലെ കാര്യമാണ്. കാരണം സ്പീക്കർ എന്ന് പറയുന്നത് സഭയുടെ നാഥനാണ്. അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും സഭയ്ക്ക് വേണ്ടിയായിരിക്കണം. അദ്ദേഹം സഭയുടെ ശബ്ദമാണ്. അദ്ദേഹം പറയുന്നതൊക്കെയും സഭയുടേതാണ്. അതല്ലാതെ ഇനി അദ്ദേഹത്തിന് സ്വന്തമായ രീതിയിൽ ഒരു പ്രസ്താവനയോ പ്രമേയമോ തയ്യാറാക്കാനോ അത് സഭയിൽ അവതരിപ്പിക്കാനോ ഉള്ള അവകാശമില്ല. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അരപ്പായ കടലാസിൽ എഴുതിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ വായിക്കാനുള്ള ഒരു സ്ഥലമല്ല ലോക്സഭ. അത് മാത്രമല്ല, സഭയെ സംബന്ധിച്ചോളം പറയുമ്പോൾ പേര് സ്പീക്കർ എന്നാ, പക്ഷേ സ്പീക്ക് ചെയ്യാൻ തീരെ അവസരം കിട്ടാത്ത ഒരാളാണ് സ്പീക്കർ. അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയായിരിക്കണം, ആ വാക്കുകൾ സഭയുടേതായിരിക്കണം. ഇവിടെ അതല്ല സംഭവിച്ചത്. BJPയുടെ വാക്കുകളാണ് അദ്ദേഹം ഒരു പ്രസ്താവനയുടെയോ പ്രമേയത്തിന്റെയോ രൂപത്തിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഇനി സ്പീക്കർക്ക് സഭയിൽ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെന്ന് വിചാരിക്കുക, ഒരു പ്രസ്താവന നടത്താനുണ്ട്, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. വെറുതെ അദ്ദേഹത്തിന് ഒരു പ്രസ്താവന തയ്യാറാക്കി വായിക്കാനോ അവതരിപ്പിക്കാനോ സാധിക്കില്ല. അത് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അത് വളരെ അപൂർവമാണ് കേട്ടോ. എപ്പോഴും സ്പീക്കർ അങ്ങനെ പ്രസ്താവനകളൊന്നും നടത്താറില്ല. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ സ്പീക്കറുമായി ആലോചിച്ച് പാർലമെന്ററി അഫയേഴ്സിന്റെ ചുമതലയുള്ള മന്ത്രി ഒരു ഡ്രാഫ്റ്റ്, ഒരു നക്കൽ, ഒരു കരട് രൂപം തയ്യാറാക്കും. അതിനുശേഷം അതിന്റെ കോപ്പികൾ സഭയിൽ പ്രാതിനിധ്യമുള്ള മറ്റ് കക്ഷികൾക്ക് നൽകും. പിന്നീട് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ടാണ്, അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു അവസാന രൂപം, പ്രസ്താവനയുടെ അവസാന രൂപം തയ്യാറാക്കുക. അതാണ് ഈ പറഞ്ഞ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു നടപടിക്രമങ്ങൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ്. ഇവിടെ അതല്ല ഉണ്ടായത്. അദ്ദേഹം സ്ഥാനമേൽക്കുന്നു,
അഭിനന്ദനങ്ങൾക്ക് മറുപടി പറയുന്നു. പിന്നീട് അദ്ദേഹം സ്യൂമോട്ടോ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു പ്രസ്താവന അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ നടപടിക്രമം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ സ്പീക്കർ പറയുന്നത് സഭയുടെ ശബ്ദമായിരിക്കണം, സഭയ്ക്ക് പറയാനുള്ളതായിരിക്കണം എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഇവിടെ അമ്മാവൻ എന്തുമാകാമല്ലോ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചൊന്നുമല്ല. BJPയുടെ തീരുമാനം സ്പീക്കർ ഓം ബിർള സഭയിൽ നടപ്പാക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് പ്രധാനമന്ത്രി സ്പീക്കറെ പ്രശംസിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. എന്തോ ഒരു ബുദ്ധി എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ഈ പ്രസ്താവന വന്ന വഴി ഏതാണ് എന്നുള്ളത്. പ്രചാരണ കാലം മുതൽ പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീങ്ങുന്നത് ഭരണപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് മറുപടി എന്നോണമാണ് NDAയുടെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് അല്ലെങ്കിൽ NDA പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി ഒരു ഭരണഘടന നെറുകയിൽ തൊടുവിച്ച് അതിനോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചത്. പക്ഷെ ഇന്ത്യ അത് വിശ്വസിച്ചില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ എന്താണ് ഭരണഘടനയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടും കേട്ടും ഇരിക്കുന്നവരാണ് ഇന്ത്യക്കാര്. അതുകൊണ്ട് അവർക്കത് സ്വീകാര്യമായില്ല. അതേസമയം അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ദിവസത്തിൽ കോൺഗ്രസ് അംഗങ്ങളും മറ്റു പ്രതിപക്ഷ അംഗങ്ങളും ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിലെ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമായിരുന്ന ഒരു നടപടി എന്ന നിലയിൽ അടിയന്തരാവസ്ഥയെ വീണ്ടും സഭയിൽ കൊണ്ടുവരാനും അതിന്റെ പേരിൽ പ്രതിപക്ഷത്തിനിടയിൽ ഒരു കലക്കമുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാനും ഭരണ മുന്നണിയെ പ്രേരിപ്പിച്ചത്. പറഞ്ഞല്ലോ, പ്രതിപക്ഷത്തിനിടയിൽ വിഭജനത്തിന്റെ അല്ലെങ്കിൽ അകൽച്ചയുടെ വിത്തുകൾ പാകാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഈ പ്രമേയത്തിലൂടെ BJP ഉന്നമിട്ടത്. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിലെ ഏതാണ്ട് മിക്ക കക്ഷികളും തൃണമൂൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളായിരുന്നു. അടിയന്തരാവസ്ഥയെ എതിർത്ത പാർട്ടികളാണ്. സമാജ്വാദി പാർട്ടിയുടെ മുലായം സിംഗും RJDയുടെ ലാലു പ്രസാദ് യാദവും ഒക്കെ അടിയന്തരാവസ്ഥക്കാരത്ത് ജയിലിൽ കിടന്നവരാണ്. അടിയന്തരാവസ്ഥ വഴി നേതൃത്വത്തിലേക്ക് ഉയർന്ന് വന്നവരാണ്. സ്വാഭാവികമായും അവർക്ക് അടിയന്തരാവസ്ഥയോട് പ്രതിഷേധം ഉണ്ടാകുമെന്നറിയാം. ഇത് എങ്ങനെയെങ്കിലും മുതലെടുക്കാൻ സാധിക്കുമോ എന്നാണ് ഭരണപക്ഷം സ്പീക്കറിലൂടെ ഒരു ശ്രമം നടത്തിയത്. BJP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴും ഇതിഹാസ പുരാണ കാലങ്ങളിൽ കറങ്ങി നടക്കുന്നത് കൊണ്ടാണ്. കാലം മാറിയത് അവരത് മനസ്സിലാക്കുന്നില്ല. പ്രതിപക്ഷം മാറി, കാലത്തിനനുസരിച്ച് പ്രതിപക്ഷം മാറി. അടിയന്തരാവസ്ഥയോട് പ്രതിഷേധം ഉള്ളപ്പോൾ തന്നെ, എതിർപ്പുള്ളപ്പോൾ തന്നെ പുതിയ രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ പയറ്റുന്നത് എന്ന് BJP മനസ്സിലാക്കിയില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അഭിഷേക് യാദവ് പറഞ്ഞത് ഈ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുന്നത് പഴയ കാര്യമാണ്. പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയില് ഈ ഇന്ത്യ മുന്നണിയിലെ ചെറുപ്പക്കാരായ നേതാക്കൾ ഉന്നമിടുന്നത് BJPയുടെയും RSSന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഫാസിസ്റ്റ് നയപരിപാടികളെ ശക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സ്പീക്കർ വഴി നടത്തിയ ശ്രമത്തിന് വലിയൊരു അനുകൂല പ്രതികരണം ഉണ്ടാകാതെ പോയത്. സ്പീക്കറെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വിലപ്പെട്ട ചില ഉപദേശങ്ങൾ ഓം ബിർള, പുതിയ സ്പീക്കർ അല്ലെങ്കിൽ വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർള അംഗങ്ങൾക്ക് നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരുവിലെ പോലെ നമ്മൾ സഭയ്ക്കുള്ളിൽ പ്രതിഷേധിക്കരുത്. അത് മാത്രമല്ല, നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത് ശരിയല്ല. അംഗങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നടുത്തളം എന്ന് പറഞ്ഞാൽ സ്പീക്കർക്കും അംഗങ്ങൾക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അവിടേക്ക് ഇറങ്ങാൻ പാടില്ല. എന്തോ ഒരു ഗംഭീരമായ സദാചാര പ്രസംഗമാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് പ്രമേയം കൊണ്ടുവന്ന സ്പീക്കറാണെന്ന് ഓർക്കണം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ 150ഓളം പ്രതിപക്ഷ MP-മാരെ കൂട്ട സസ്പെൻഷൻ നൽകി സഭയ്ക്ക് പുറത്തേക്ക് വിട്ട ആളാണ് ഈ സദാചാര പ്രസംഗം നടത്തുന്നത്. സഭയിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷ അംഗങ്ങളെ അനുവദിക്കാതിരുന്ന ആള്. അതുപോലെ തന്നെ
ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകൾ ചർച്ച പോലും ചെയ്യാതെ പാസ്സാക്കിയെടുക്കുന്നതിന് കൂടെ നിന്ന ആള്, സർക്കാരിന് ഒപ്പം നിന്ന ആള്. സാധാരണഗതിയിൽ സഭയിലൊരു ബില്ല് വരുമ്പോൾ അത് ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട സമിതികൾക്ക് ആദ്യം അയക്കും. അവരുടെ ഒരു റിവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സഭയിലേക്ക് വരിക. കേരള നിയമസഭയിലെ സബ്ജക്റ്റ് കമ്മിറ്റിയാണ്. ലോക്സഭയിലും രാജ്യസഭയിലും അത് ഡിപ്പാർട്ട്മെന്റലി റിലേറ്റഡ് കമ്മിറ്റീസ് ആണ്. അവിടെ ഒരു പഠനം ചർച്ച നടന്നതിന് ശേഷം വീണ്ടും സഭയിലേക്ക് വരും. ആ കീഴ്വഴക്കം പോലും ഇല്ലാതാക്കി കളഞ്ഞ ഒരു സ്പീക്കറാണ്. കോവിഡ് വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും തുടരുകയാണ്. ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ വേണമെന്ന് ആവശ്യപ്പെടാൻ തയ്യാറാകാതിരുന്ന ഒരു സ്പീക്കറാണ് അദ്ദേഹമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഓം ബിർളാജിയാണ് ഇപ്പോൾ അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സദാചാര പ്രസംഗം അല്ലെങ്കിൽ ഉപദേശം നൽകുന്നത്. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത പാടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ദിരാഗാന്ധി പോലും പിന്നീട് അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊരു പ്രമേയം അനവസരത്തിൽ വരുമ്പോഴാണ്, അപ്രസക്തമായ തോതിൽ വരുമ്പോഴാണ് അത് അവതരിപ്പിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ മനസ്സിലിരിപ്പ് പുറത്തേക്ക് വരുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ സമീപകാലത്ത് ഉണ്ടായിട്ടില്ലേ? 2002 ഫെബ്രുവരി 27 മുതൽ ജൂൺ പകുതി വരെ ഗുജറാത്തിൽ നടന്ന വംശ കലാപം, 2 സമുദായങ്ങൾ തമ്മിലുള്ള യുദ്ധം, 1044 പേര് മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷെ ചില സ്വതന്ത്ര ഏജൻസികൾ പറയുന്നത് 2000-ഓളം പേർ മരിച്ചു എന്നാണ്. 223 പേരെ കാണാതായിട്ടുണ്ട്. ഈ കലാപത്തെക്കുറിച്ച് അതിന്റെ വാർഷിക വേളയിലോ അല്ലെങ്കിൽ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയത്തോ നമ്മുടെ സ്പീക്കർ ബിർളാജി ഒരു പ്രസ്താവനയോ പ്രമേയമോ കൊണ്ടുവരുമോ? അല്ലെങ്കിൽ 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർത്ത ദിവസം, ഇന്ത്യയുടെ മതനിരപേക്ഷ മനസ്സിനെ തകർത്ത, ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. അതിന്റെ വാർഷിക ദിനത്തിൽ ബിർളാജി അങ്ങൊരു പ്രമേയം കൊണ്ടുവരുമോ? അല്ലെങ്കിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ മരണമടഞ്ഞു കഴിഞ്ഞു. ഇതുവരെ കേന്ദ്ര സർക്കാർ അവിടെ എന്തെങ്കിലും രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അതിന് വാർഷികമൊക്കെ ഉണ്ടാകുമല്ലോ. അന്ന് എന്തെങ്കിലും തരത്തില് സഭയെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ബിർളാജി അങ്ങ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കും. അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് ചുമതലയേറ്റ ദിവസം തന്നെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അല്ലെങ്കിൽ പ്രസ്താവന സഭയിൽ കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ ധാർഷ്ട്യമുള്ള ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് പറ്റിയ സ്പീക്കറായി മാറുകയായിരുന്നു സ്പീക്കർ ഓം ബിർള. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്രയ്ക്കൊരു ഈസി വോക്ക് ഓവർ അദ്ദേഹത്തിന് ലഭിക്കണമെന്നില്ല. പ്രതിപക്ഷം ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ പ്രതിപക്ഷ വിരുദ്ധമായ നിലപാടുകളെയും നീക്കങ്ങളെയും നോക്കിക്കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഓം ബിർളയ്ക്കെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോയതുകൊണ്ടാണ്. ഇനി അത് പ്രതിപക്ഷത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. ഇനി നടക്കാവുന്ന ഒരു സാധ്യത അത് ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക്, TDPക്ക് അല്ലെങ്കിൽ JDUവിന് നൽകുക എന്നുള്ളതാണ്. TDPക്ക് നേരത്തെ സ്പീക്കർ സ്ഥാനം നൽകിയിട്ടുണ്ട്. TDP അല്ലെങ്കിൽ തെലുങ്ക് ദേശം പുറത്തു നിന്ന് പിന്തുണയ്ക്കുമ്പോഴാണ് ആദ്യം കൊടുത്തത് ബാലയോഗിക്ക്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ BJPക്ക് തന്നെ അത് ഏറ്റെടുക്കാം. പക്ഷേ കഴിഞ്ഞ ടേമിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ടേമിലും ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം അത് ഘടകകക്ഷികളെ ഏൽപ്പിക്കുന്നത് അത്ര പന്തിയല്ല. സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്താൽ എല്ലാ പദവികളും സ്വന്തമാക്കുന്നു എന്ന ആരോപണം ഉണ്ടാവും. മറ്റുള്ളവരെ ഏൽപ്പിച്ചാലുള്ള പ്രശ്നം
ഇത് സ്പീക്കർ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എന്നുള്ളതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഒരിക്കലും സ്പീക്കറുടെ ഡെപ്യൂട്ടി അല്ല, സ്പീക്കറുടെ രണ്ടാമനല്ല. ഭരണഘടനാ പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇംഗിതത്തിനോ നിർദ്ദേശങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ല. സ്പീക്കർ ഇല്ലാത്ത അവസരങ്ങളിൽ സ്പീക്കർ മറ്റേതെങ്കിലും പദവികളിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെ സ്പീക്കറുടെ ചുമതല ഏറ്റെടുത്ത് അത് നിർവഹിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. പലപ്പോഴും മൗലങ്കർ മരിച്ചപ്പോൾ അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശേന അയ്യങ്കാരാണ് സ്പീക്കറായിട്ട് വന്നത്. അതുപോലെ തന്നെ നീലം സജീവ റെഡ്ഡി രാജിവെച്ചപ്പോഴും GS തില്ലൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പോയപ്പോഴും അന്ന് ഡെപ്യൂട്ടി സ്പീക്കർമാരായിരുന്നവര് സ്പീക്കറായി പ്രവർത്തിച്ച ചരിത്രമാണുള്ളത്. അപ്പോൾ തുല്യമായ ഒരു പദവിയാണെന്നിരിക്കെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ, നാളെ എന്താണ് സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഘടകകക്ഷികള് പിന്തുണ പിൻവലിച്ചാൽ, അല്ലെങ്കിൽ കൂറുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സ്പീക്കർ ഇല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കും എന്ന് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ടേമിലേതുപോലെ സ്പീക്കർ ഇല്ലാത്ത ഒരു ലോക്സഭയായിരിക്കും ഉണ്ടാവുക എന്ന് ഇപ്പോൾ ചിന്തിച്ചാൽ അത് തെറ്റു പറയാനും ആവില്ല.